പഴയ കാലത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചില ചിത്രങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റേഡിയോ. ഇന്നത്തെ പോലെ ടിവിയോ മൊബൈൽ ഫോണോ ഇല്ലാത്ത കാലം. അന്ന് വിവരങ്ങൾ അറിയാനും പാട്ടുകൾ കേൾക്കാനും ആകെ ഉണ്ടായിരുന്നത് റേഡിയോ മാത്രമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വീടുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരുന്നു മർഫി റേഡിയോ. മർഫി റേഡിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് ഒരു കുഞ്ഞു മുഖമാണ്. തുടുത്ത കവിളുകളും വിടർന്ന കണ്ണുകളുമുള്ള ഒരു സുന്ദരൻ കുട്ടി. ചുണ്ടിൽ വിരൽ വെച്ച് നിൽക്കുന്ന ആ കുട്ടിയുടെ ചിത്രം പഴയ തലമുറയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആരാണ് ആ കുട്ടി? ആ കുട്ടി ഇപ്പോൾ എവിടെയാണ്? അത് വെറും ഒരു പരസ്യചിത്രം മാത്രമായിരുന്നില്ല. അതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട്. 1960കളിലും 70കളിലും ഇന്ത്യയിൽ റേഡിയോ ഒരു അത്ഭുതമായിരുന്നു. വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടാവുക എന്നത് വലിയ കാര്യമായിരുന്നു. അത് പണക്കാരുടെ ലക്ഷണമായിരുന്നു. വൈകുന്നേരങ്ങളിൽ അയൽക്കാർ റേഡിയോ ഉള്ള വീട്ടിൽ ഒത്തുകൂടും. അവർ വാർത്തകൾ കേൾക്കും, സിനിമാ പാട്ടുകൾ കേൾക്കും, ക്രിക്കറ്റ് കമന്ററി കേൾക്കാൻ ആളുകൾ റേഡിയോയ്ക്ക് ചുറ്റും തിങ്ങിക്കൂടും. അക്കാലത്ത് ഏറ്റവും പ്രശസ്തമായ റേഡിയോ കമ്പനിയായിരുന്നു മർഫി. മർഫി റേഡിയോ വാങ്ങുക എന്നത് വലിയ അഭിമാനമായിരുന്നു. വീടിന്റെ സ്വീകരണ മുറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് മർഫി റേഡിയോ വെക്കുക. അതിനു മുകളിൽ മനോഹരമായ വിരുപ്പുകൾ ഇടും. പൊടി പിടിക്കാതെ സൂക്ഷിക്കും. അത്രയും വിലപ്പെട്ടതായിരുന്നു അത്. മർഫി ഘർ ഘർ കി റോനക്, മർഫി വീടുകളുടെ ഐശ്വര്യം എന്നതായിരുന്നു അവരുടെ പരസ്യവാചകം. മുഹമ്മദ് റാഫി പാടിയ ജിങ്കിൾ അക്കാലത്ത് എല്ലാവർക്കും മനഃപ്പാടമായിരുന്നു. മർഫി റേഡിയോ യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ കമ്പനി ആയിരുന്നില്ല. 1929 ഫ്രാങ്ക് മർഫി, ഇ.ജെ. പവർ എന്നിവർ ചേർന്ന് ഇംഗ്ലണ്ടിലാണ് ഈ കമ്പനി തുടങ്ങിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്താണ് മർഫി ഇന്ത്യയിലേക്ക് വരുന്നത്. മർഫി റേഡിയോയുടെ വിജയത്തിന് പിന്നിൽ അവരുടെ പരസ്യങ്ങൾക്കും വലിയ പങ്കുണ്ടായിരുന്നു. ആ പരസ്യങ്ങളിലെ പ്രധാന ആകർഷണം ആ കുഞ്ഞുവാവയായിരുന്നു. ആളുകൾ ആ കുട്ടിയെ സ്നേഹത്തോടെ മർഫി മുന്ന എന്ന് വിളിച്ചു. ആ കുട്ടിയുടെ ചിത്രം കലണ്ടറുകളിൽ അച്ചടിച്ചു വന്നു. കടകളിലെ ബോർഡുകളിൽ ആ മുഖം നിറഞ്ഞു നിന്നു. ആ ചിത്രം എത്രത്തോളം പ്രശസ്തമായിരുന്നു എന്നറിയാമോ? ഗർഭിണികളായ സ്ത്രീകൾ ആ കുട്ടിയുടെ ചിത്രം തങ്ങളുടെ മുറിയിൽ തൂക്കിയിടുമായിരുന്നു. തങ്ങൾക്കും അങ്ങനെയൊരു സുന്ദരനായ കുഞ്ഞ് ജനിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അത്രയും ഓമനത്തമുള്ള മുഖമായിരുന്നു അത്. എന്നാൽ ആ കുട്ടി ആരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. വർഷങ്ങളോളം ആ രഹസ്യം അങ്ങനെ തന്നെ തുടർന്നു. ശരിക്കും ആരാണ് ആ കുട്ടി? വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. റേഡിയോയുടെ പ്രതാപം കുറഞ്ഞു. ടിവിയും കമ്പ്യൂട്ടറും വന്നു. മർഫി റേഡിയോ ഓർമ്മയായി മാറി. എന്നാൽ ആ കുട്ടിയുടെ മുഖം ആരും മറന്നില്ല. 2012 ബോളിവുഡ് സിനിമയായ ബർഫി റിലീസ് ചെയ്തപ്പോഴാണ് ആ കുട്ടിയെപ്പറ്റി വീണ്ടും ചർച്ചകൾ വന്നത്. ആ കുട്ടിയുടെ യഥാർത്ഥ പേര് കാഗ്യൂർ തുൾക്കു റിംപോച്ചെ എന്നാണ്. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. ആ പേര് ഒരു സിനിമാ നടന്റേതുപോലെയല്ല. അതൊരു സന്യാസിയുടെ പേരാണ്. അതെ, മർഫി റേഡിയോയിലെ ആ സുന്ദരൻ കുട്ടി ഒരു ബുദ്ധ സന്യാസിയാണ്. 1970കളുടെ തുടക്കത്തിലാണ് ഈ ചിത്രം എടുത്തത്. അന്ന് കാഗ്യൂർ തുൾക്കു റിംപോച്ചയ്ക്ക് വെറും 3 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അദ്ദേഹത്തിന്റെ കുടുംബം മണാലിയിലാണ് താമസിച്ചിരുന്നത്. ഹിമാചൽ പ്രദേശിലെ മനോഹരമായ സ്ഥലമാണ് മണാലി. അക്കാലത്ത് പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ ആയിരുന്നു JP സിംഗാൾ. അദ്ദേഹം മർഫി റേഡിയോയ്ക്ക് വേണ്ടി ഒരു നല്ല കുട്ടിയുടെ ചിത്രം തിരയുകയായിരുന്നു. മർഫി റേഡിയോയുടെ ആദ്യത്തെ പരസ്യത്തിൽ ഉണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു. നിർഭാഗ്യവശാൽ ആ കുട്ടി മരിച്ചുപോയി. അതിനാൽ പുതിയൊരു കുട്ടിയെ കണ്ടെത്തേണ്ടത് കമ്പനിയുടെ ആവശ്യമായിരുന്നു. JP സിംഗാൾ മണാലിയിൽ എത്തിയപ്പോൾ യാദൃശ്ചികമായാണ് ഈ കുട്ടിയെ കണ്ടത്. ആ കുട്ടി മണാലിയിലെ പ്രകൃതി ഭംഗിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടിയുടെ നിഷ്കളങ്കമായ മുഖം ഫോട്ടോഗ്രാഫർക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഉടൻ തന്നെ ക്യാമറ എടുത്തു. ആ കുട്ടി അറിയാതെ തന്നെ അദ്ദേഹം ചില ചിത്രങ്ങൾ പകർത്തി. ഈ ചിത്രം എടുക്കുമ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ അക്കാര്യം അറിഞ്ഞിരുന്നില്ല. ഫോട്ടോഗ്രാഫർ കുട്ടിയുടെ ചിത്രം എടുത്ത് മടങ്ങി. പിന്നീട് ആ ചിത്രം മർഫി റേഡിയോയുടെ പരസ്യത്തിനായി തിരഞ്ഞെടുത്തു. പത്രങ്ങളിലും മാസികകളിലും ആ ചിത്രം വരാൻ തുടങ്ങി. അപ്പോഴാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ഈ വിവരം അറിയുന്നത്. തങ്ങളുടെ മകന്റെ ചിത്രം ഇന്ത്യ മുഴുവൻ കാണുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതമായി. ആദ്യം അവർക്ക് ഇതിൽ ചെറിയ നീരസം തോന്നിയിരുന്നു. അനുവാദം ചോദിക്കാതെ ചിത്രം എടുത്തതിനാലായിരുന്നു അത്. എന്നാൽ പിന്നീട് ഫോട്ടോഗ്രാഫർ അവരോട് ക്ഷമ ചോദിച്ചു. ആ ചിത്രം ജനങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ മാതാപിതാക്കൾക്കും സന്തോഷമായി. മർഫി റേഡിയോയുടെ പരസ്യം കണ്ട പലർക്കും ഒരു സംശയമുണ്ടായിരുന്നു. ഈ കുട്ടി ആണാണോ അതോ പെണ്ണാണോ? ആ കുട്ടിയുടെ മുടി അല്പം നീണ്ടതായിരുന്നു. മുഖത്തിന് പെൺകുട്ടികളുടെ ഛായ ഉണ്ടായിരുന്നു. അതിനാൽ പലരും കരുതിയത് അതൊരു പെൺകുട്ടിയാണെന്നാണ്. വർഷങ്ങൾക്ക് ശേഷം മുതിർന്നപ്പോൾ റിംപോച്ചെ തന്നെ ഇതിനെപ്പറ്റി തമാശയായി പറഞ്ഞിട്ടുണ്ട്. താനൊരു ആൺകുട്ടിയാണെന്ന് തെളിയിക്കാൻ ഈ ഫോട്ടോ മതിയാകില്ല എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു. ആ പരസ്യം അത്രയും വലിയ ഹിറ്റായിട്ടും റിംപോച്ചെ പിന്നീട് അഭിനയ രംഗത്തേക്ക് വന്നില്ല. അദ്ദേഹത്തിന് സിനിമയിലോ പരസ്യത്തിലോ അഭിനയിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വഴി വേറെയായിരുന്നു. 20 വർഷത്തോളം അദ്ദേഹം സന്യാസ ജീവിതം നയിച്ചു. ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് അദ്ദേഹം ഒരു ആശ്രമത്തിൽ കഴിഞ്ഞു. ധ്യാനവും പ്രാർത്ഥനയുമായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം. പുറം ലോകത്ത് തന്റെ ചിത്രം വലിയ ചർച്ചയാണെന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. പ്രശസ്തിയിൽ നിന്നകന്ന് അദ്ദേഹം ശാന്തമായ ജീവിതം നയിച്ചു. സന്യാസ ജീവിതത്തിന് ശേഷം അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോഴാണ് മറ്റൊരു അത്ഭുതം സംഭവിച്ചത്. അദ്ദേഹം വിവാഹം കഴിച്ചത് പ്രശസ്ത ബോളിവുഡ് നടി മന്ദാകിനിയെയാണ്. റാം തേരി ഗംഗാ മൈലി എന്ന സിനിമയിലൂടെ ഇന്ത്യ മുഴുവൻ പ്രശസ്തയായ നടിയാണ് മന്ദാകിനി. മന്ദാകിനി ബുദ്ധമതത്തിൽ വിശ്വസിച്ചിരുന്നു. ആത്മീയമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അവർ റിംപോച്ചയെ പരിചയപ്പെട്ടത്. ആ പരിചയം പിന്നീട് പ്രണയമായി മാറി. അവർ വിവാഹം കഴിച്ചു. ഇതോടെ റിംപോച്ചെ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. നടി മന്ദാകിനിയുടെ ഭർത്താവ് ആ പഴയ മർഫി ബേബിയാണെന്ന് അറിഞ്ഞപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു. 2012 രൺബീർ കപൂർ നായകനായ ബർഫി എന്ന സിനിമ ഇറങ്ങി.
ഈ സിനിമയിൽ മർഫി റേഡിയോയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. സിനിമയിലെ നായകന്റെ പേര് മർഫി എന്നായിരുന്നു. അവൻ ജനിച്ചപ്പോൾ റേഡിയോയിൽ മർഫി എന്ന പേര് കേട്ടതുകൊണ്ടാണ് അവൻ ആ പേരിട്ടതെന്ന് സിനിമയിൽ പറയുന്നുണ്ട്. സിനിമയിലെ ഒരു പാട്ടിൽ മർഫി മുന്ന എന്ന് എടുത്തു പറയുന്നുണ്ട്. ഈ സിനിമ വന്നതോടെ പഴയ തലമുറയ്ക്ക് മർഫി റേഡിയോയെക്കുറിച്ചുള്ള ഓർമ്മകൾ തിരികെ വന്നു. പുതിയ തലമുറയാകട്ടെ ആരാണ് ഈ മർഫി ബേബി എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ക്യാഗ്യൂർ തുൾക്കി റിംബോച്ചെ വീണ്ടും ചർച്ചാ വിഷയമായി. ഈ സമയത്ത് മർഫി കമ്പനി സിനിമയ്ക്കെതിരെ പരാതി നൽകിയിരുന്നു. തങ്ങളുടെ പേര് അനുവാദമില്ലാതെ ഉപയോഗിച്ചു എന്നതായിരുന്നു പരാതി. എന്നാൽ സിനിമയിൽ മർഫി റേഡിയോയെ നല്ല രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് എന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു. എന്തായാലും ഈ വിവാദം കാരണം മർഫി എന്ന പേര് വീണ്ടും എല്ലാവരുടെയും ചുണ്ടുകളിലെത്തി. ഇന്ന് ക്യാഗ്യൂർ തുൾക്കി റിംബോച്ചെ വളരെ ശാന്തമായ ജീവിതം നയിക്കുന്നു. അദ്ദേഹം മുംബൈയിലും മണാലിയിലുമായി താമസിക്കുന്നു. സിനിമയുടെയും പരസ്യങ്ങളുടെയും ലോകത്ത് നിന്ന് അദ്ദേഹം അകലം പാലിക്കുന്നു. എന്നാൽ ഇപ്പോഴും ആളുകൾ അദ്ദേഹത്തെ തിരിച്ചറിയാറുണ്ട്. നിങ്ങളാണോ ആ മർഫി ബേബി എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് വരും. അപ്പോഴെല്ലാം അദ്ദേഹം സ്നേഹത്തോടെ ചിരിക്കും. താൻ ആ ഫോട്ടോ എടുത്ത കാര്യം പോലും ഓർക്കുന്നില്ല എന്ന് അദ്ദേഹം പറയും. കാരണം അന്ന് അദ്ദേഹത്തിന് വെറും 3 വയസ്സ് മാത്രമായിരുന്നല്ലോ പ്രായം. ഇപ്പോൾ അദ്ദേഹം ആത്മീയ കാര്യങ്ങളിലും സാമൂഹിക സേവനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ടിബറ്റൻ ജനതയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. സമാധാനപരമായ ഒരു ലോകം അദ്ദേഹം സ്വപ്നം കാണുന്നു. 1980കളോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. സാങ്കേതിക വിദ്യ വളർന്നു. വലിയ വാൽവ് റേഡിയോകൾക്ക് പകരം ചെറിയ ട്രാൻസിസ്റ്ററുകൾ വിപണിയിൽ വന്നു. ഇവ വില കുറഞ്ഞതും കൊണ്ടു നടക്കാൻ എളുപ്പമുള്ളതുമായിരുന്നു. ജാപ്പനീസ് കമ്പനികളായ സോണി, പാനസോണിക് തുടങ്ങിയവർ പുതിയ സാങ്കേതിക വിദ്യയുമായി എത്തി. ഫിലിപ്സ്, ബുഷ്, BPL തുടങ്ങിയ കമ്പനികൾ മർഫിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി. മർഫി റേഡിയോകൾക്ക് പഴയ പ്രതാപം നിലനിർത്താൻ കഴിഞ്ഞില്ല. മർഫിക്ക് ഏറ്റവും വലിയ തിരിച്ചടി നൽകിയത് ടെലിവിഷന്റെ വരവാണ്. 1982 ഏഷ്യൻ ഗെയിംസോടെ ഇന്ത്യയിൽ കളർ TV വ്യാപകമായി. ആളുകൾ റേഡിയോ വിട്ട് ടിവിയിലേക്ക് തിരിഞ്ഞു. കേൾക്കുന്നതിനേക്കാൾ കാണാൻ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. മാറുന്ന കാലത്തിനനുസരിച്ച് മാറാൻ മർഫിക്ക് കഴിഞ്ഞില്ല. അവർ പഴയ സാങ്കേതിക വിദ്യയിൽ തന്നെ തുടർന്നു. RPG ഗ്രൂപ്പ് മർഫിയെ ഏറ്റെടുത്ത് രക്ഷിക്കാൻ ശ്രമിച്ചു. അവർ മർഫി ടിവികൾ ഇറക്കി നോക്കിയെങ്കിലും അത് വിജയിച്ചില്ല. വിപണിയിലെ മത്സരം, പുതിയ സാങ്കേതിക വിദ്യയുടെ അഭാവം, ജനങ്ങളുടെ അഭിരുചിയിലുണ്ടായ മാറ്റം എന്നിവ മർഫിയെ തളർത്തി. ക്രമേണ മർഫി റേഡിയോകൾ കടകളിൽ നിന്ന് അപ്രത്യക്ഷമായി. മർഫി റേഡിയോ ഇന്ന് വിപണിയിൽ സജീവമല്ല. എങ്കിലും ആ പേര് ഇന്നും ജീവിക്കുന്നു. അതിന് പ്രധാന കാരണം ആ കുട്ടി മാലാഖയാണ്. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും ചില പഴയ ഓർമ്മകൾക്ക് പ്രത്യേക ഭംഗിയുണ്ട്. റേഡിയോയുടെ ട്യൂണിംഗ് നോബ് തിരിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം, തെളിഞ്ഞു വരുന്ന പാട്ടുകൾ, ആകാശവാണി വാർത്തകൾ, ഇതിനെല്ലാം ഒപ്പം ആ തുടുത്ത കവിളുള്ള കുട്ടിയുടെ മുഖവും. അത് വെറും ഒരു പരസ്യമല്ല, അതൊരു കാലഘട്ടത്തിന്റെ അടയാളമാണ്. ഇന്ന് നമ്മൾ സ്മാർട്ട് ഫോണുകളിലും ഇന്റർനെറ്റിലും സമയം ചിലവഴിക്കുന്നു. എന്നാൽ അന്ന് കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് റേഡിയോ കേട്ടിരുന്ന സുഖം ഇന്ന് കിട്ടുമോ എന്ന് സംശയമാണ്. ആ സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും പ്രതീകമായാണ് മർഫി ബേബി ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. ക്യാഗ്യൂർ തുൾക്കി റിംബോച്ചെ എന്ന സന്യാസിയിലൂടെ ആ ഓർമ്മ ഇന്നും നിലനിൽക്കുന്നു. കാലം മാറിയാലും ചില ചിത്രങ്ങളും ചില മുഖങ്ങളും ഒരിക്കലും മങ്ങില്ല. മർഫി റേഡിയോയുടെ കഥ വെറും ഒരു ബിസിനസ് കഥയല്ല, അത് ജനങ്ങളുടെ വികാരമാണ്. ആ കുട്ടി വളർന്നു വലുതായി, സന്യാസിയായി, ഭർത്താവായി, അച്ഛനായി. എങ്കിലും മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും മനസ്സിൽ അദ്ദേഹം ഇന്നും ആ പഴയ മർഫി മുന്ന തന്നെയാണ്. ചുണ്ടിൽ വിരൽ വെച്ച് കൗതുകത്തോടെ നോക്കുന്ന ആ കുസൃതിക്കുട്ടൻ. പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ ഈ വികാരം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ 70കളിലും 80കളിലും ജീവിച്ചവർക്ക് മർഫി ബേബി തങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു. ഇന്നും പഴയ അലമാരയുടെ മുകളിൽ പൊടി പിടിച്ചിരിക്കുന്ന പഴയ മർഫി റേഡിയോ കാണുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോകും. ആ പുഞ്ചിരിക്ക് പിന്നിൽ ആ കുട്ടി മാലാഖയുടെ മുഖമായിരിക്കും.